പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തിയൊക്കട്ടെ. ഇന്നത്തെ നിങ്ങളുടെ യാത്രാമേൽ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവെ, കുടുംബത്തിൻ്റെ ജീവസന്ധാരണ മാർഗത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അവർക്ക് വിസ പ്രോസസ്സിങ് നടക്കുന്നവരുണ്ട്, അത് വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവരുണ്ട്, സങ്കടപ്പെടുന്നവരുണ്ട്, കുടുംബസമയം ജീവിക്കാൻ പറ്റാതെ തിരിച്ചു പോരാൻ വേണ്ടി വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. ഈശോയെ, നാട്ടിൽ വന്നാൽ ജീവിക്കാൻ പറ്റാത്ത ചുറ്റുപാടുകളുള്ളവരുണ്ട്. ഈശോയെ, നാട്ടിലെ വീട് പോലും വിറ്റുപോയവരുണ്ട്. ഈശോയെ, ഇങ്ങനെ പലതരത്തിൽ വേദനിക്കുന്നവർ സങ്കടത്തോടെ അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, അങ്ങയ്ക്ക് മാത്രം ഇടപെടാൻ പറ്റുന്ന കാര്യങ്ങളിൽ മനുഷ്യൻ്റെ പാപങ്ങളും പുണ്യങ്ങളും നോക്കാതെ കർത്താവെ അങ്ങ് ഇടപെട്ടുകൊണ്ട് അവർ നിലനിർത്തണമേ എന്ന് കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അവിടെ മാധ്യസ്ഥത ഈശോ നാമത്തെ പ്രാർത്ഥിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവ് സർവീസ് നയിക്കുവാമേ. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്ത സബ്ജക്റ്റ് റോമ 4:20. അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും. അപ്പോൾ നമ്മളവിടെ കണ്ടത് വിശ്വാസം എന്നുള്ളത് അനുദിനം ശക്തി പ്രാപിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ ശക്തി പ്രാപിക്കണത് എങ്ങനെയാണ് നമ്മൾ ശക്തി പ്രാപിക്കണത്? റോമ 4:20 എന്താണ് പറയണത്? അതിന് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന് പറയുമ്പോൾ നമ്മുടെ മഹത്വത്തെ അടിയറവ് വെക്കുകയാണ് ചെയ്യണം സാധാരണ. അല്ല, യേശുവേ സ്വസ്ത്രം എന്ന് പറയണതല്ല ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്.
ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എപ്പോഴായാലും നമ്മുടെ മഹത്വത്തിന് മങ്ങലേൽക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് സ്വർഗസ്ഥനായ പിതാവിൻ്റെ അന്തസ്സത്ത എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇപ്പം നിനക്ക് മക്കളില്ല എന്ന് വിചാരിച്ചോ? മക്കളില്ലാത്തത് ദൈവത്തിൻ്റെ ഹിതമായിട്ട് എടുത്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പോൾ നമ്മുടെ മഹത്വത്തിന് ഒരു മങ്ങലില്ല. അവിടെ മക്കളില്ലാത്തവരാണ്, ആൾക്കാർ വിളിക്കും മച്ചിയാണ്. മക്കളില്ലാത്തവർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ ചോരയ്ക്ക് വേണ്ടി കാത്തിരിക്കും. എത്ര കുടുംബങ്ങളിലാണെന്നറിയാം മക്കളില്ലാത്തവരെ അവരെ ആക്ഷേപിക്കുകയും ചെയ്യും, അവരുടെ സ്വത്ത് അടിച്ചു മാറ്റുകയും ചെയ്യും. അതൊക്കെ അവർ സങ്കടങ്ങളൊന്നും ആരും പറയത്തില്ല, പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള സത്യങ്ങളാണ് അതൊക്കെ. നിങ്ങളാരോട് അവരോട് അതിൻ്റെ പേരിൽ അവരെ കഴുത്തേക്കാറൊന്നും നിൽക്കണ്ട കേട്ടോ. അവർ കർത്താവിൻ്റെ ഒരു വാക്കില്ലേ, നിങ്ങൾ ചെയ്യാനുള്ളത് വേഗം ചെയ്യുക. യോഹന്നാൻ 13:27. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. സാത്താൻ അവൻ്റെ കളത്തിൽ ഇറങ്ങിയ ആള്. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതൊരു നിലപാടാണെന്ന് അറിയാമോ? ഇപ്പോൾ നമുക്കൊരു ക്രിസ്തീയ നിലപാടുണ്ട്. എന്താണ്? മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. അതാണ് ഈശോയുടെ നിലപാട്. നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അടുത്ത അതേ വിഷയം, ആ പ്രമേയം വേറെ സ്ഥലത്ത് പറയുമ്പോൾ ഈശോ പറഞ്ഞ വാക്കാണ്. മത്തായി 26:24 വായിച്ചോളൂ. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു. അത്രയുള്ള കാര്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നിലപാട് രൂപപ്പെട്ട കർത്താവിൻ്റെ ഒരു നിലപാട് കണ്ട. യോഹന്നാൻ 13:27 എന്താ പറയണത്? നെഗറ്റീവ് പവേഴ്സിനോടും ഇടപെടലിനോടും പറയും നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക എന്ന്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ 26:24 കൂട്ടി വെക്കുന്നത്. എന്താണ്? നീ ചെയ്യാനുള്ള വേഗം ചെയ്യുക, മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ കടന്നു പോകും. എൻ്റെ പേര് ലിൻസി, ഇതെൻ്റെ മകൾ ആൻമരിയ. ഞങ്ങൾ കൊല്ലം പുനലൂർ രൂപതയിലെ വല്ലഭൻകര ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഈ വർഷം 2025 ഫെബ്രുവരി 18 സാക്ഷ്യമെടുത്തത്. എൻ്റെ സാക്ഷ്യം തീരാൻ ഇനി 8 ദിവസം കൂടി ബാക്കിയുണ്ട്. എന്നാൽ 35-ാമത്തെ ദിവസം തന്നെ അനുഗ്രഹത്തിൻ്റെ മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ് എൻ്റെ ആവശ്യത്തിന് മേൽ പ്രവർത്തിച്ചതിന് നന്ദി പറയുക എന്നുള്ളതാണ് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തന്നെ ജോസഫ് അച്ഛൻ്റെ ഒരു ദിവസത്തെ സായാഹ്ന പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മാതാവ് ഇടപെട്ട് ഈ കാര്യങ്ങൾ നിനക്ക് നടത്തി തരുമ്പോൾ നീ സാക്ഷ്യം പറയാമെന്ന് ഈശോയോട് പറയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഭവനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറയാം എന്ന്. ഞാൻ ഉടമ്പടിക്ക് മുന്നേ തന്നെ ഞാൻ ഈശോയോട് സത്യം ചെയ്തു, മാതാവിനോടും സത്യം ചെയ്തതാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, ഞങ്ങളുടെ ഭവനത്തിനടുത്ത് ഫുട്ബോൾ മത്സരം നടക്കുകയും അവിടെ വെച്ചുണ്ടായ അടിയിൽ ഒരു വ്യക്തി തലമണ്ട പൊട്ടി ഇരിക്കുകയും ചെയ്തെടുത്ത് എൻ്റെ ഭർത്താവ് കടന്നു ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ ഫോണും പേഴ്സും തറയിൽ വീണത് എടുത്ത് അദ്ദേഹം തലപൊട്ടി നിൽക്കുന്ന അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വാഹനത്തിൽ കയറ്റിവിടുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഭർത്താവ് ചെയ്ത തെറ്റ്. എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭവനത്തിലേക്ക് പോലീസ് കടന്നു വരികയും 4ാമത്തെ പ്രതിയായി എൻ്റെ ഭർത്താവിന് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. 2017 ഈ സംഭവം നടക്കുന്നത്. അന്ന് മുതൽ എല്ലാ മാസവും കേസിനായി കടന്നു പോവുകയാണ്. കേസിനായി കടന്നു പോകുന്ന സാമ്പത്തികമോ ജോലിയോ എന്നതിനേക്കാൾ ഉപരി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എനിക്കും മകൾക്കും അത് വളരെയേറെ ഭാരവും അപമാനമായിരുന്നു. പ്രിയ പൈതൽ സ്കൂളിലേക്ക് കടന്നുപോയ നിമിഷം പലപ്പോഴും കുട്ടികൾ ചോദിച്ചു, നിൻ്റെ പപ്പയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിച്ചു. ഞങ്ങൾക്കറിയാം നിരപരാധിയാണെന്ന്, എന്നാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാൻ കഴിയുന്നില്ലായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോകുന്നത് പോലും കുറച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ കൃത്യമായിട്ട് പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലൊന്നും പള്ളിയിൽ പോവാതെയായി, കൃത്യമായിട്ട് കുർബാന കൂടാതെയായി, കുമ്പസാരങ്ങൾ സ്വീകരിക്കാതെയായി, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലും പുറമോട്ട് വന്നു. ഈ 2017 മുതലുള്ള ഇത്രയും വർഷക്കാലവും ഈ ഒരു കേസിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ മാസവും പോകേണ്ടി വന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിന് 2023 ആയപ്പോൾ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവ് കോടതിയിലേക്ക് ഹിയറിങ്ങിനായി കടന്നു പോകുവാണ്. ഈ ഒരു വിഷയത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 2025 തുടങ്ങിയ 2024 ജനുവരി മുതൽ എല്ലാ ചൊവ്വയും ശനിയും പോയി തുടങ്ങി. ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം വീതം പോകേണ്ടി വന്നു. എന്നിട്ട്
പിന്നീട് കഴിഞ്ഞ ഈ ഫെബ്രുവരി ആദ്യം തന്നെ എൻ്റെ ഭർത്താവ് ആദ്യത്തെ ആഴ്ച ഹിയറിങ്ങിന് പോയിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ മകളോട് പറഞ്ഞു, അവിടെ അഡ്വക്കേറ്റ് പറയുന്നത് കേട്ടു, കോടതി ശിക്ഷിക്കുമെന്ന് പറയുന്നത് കേട്ടു, നീ ഒരു കാര്യം ചെയ്യണം, മകളോട് പറയരുത്. ഞാൻ ദൂരെ എവിടെയെങ്കിലും, എൻ്റെ ഭർത്താവിന് പെയിൻറ്റിംഗ് ആണ്, ദൂരെ എവിടെയെങ്കിലും ജോലിക്ക് പോയെന്ന് നീ പറയണം. അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് വേറെ ഒന്നുമില്ല, വേറെ ഒറ്റ കാര്യവും എനിക്കില്ല. ഞാൻ പറഞ്ഞ ഒരൊറ്റ കാര്യം, അവിടെ ജഡ്ജ്മെൻറ്റ് നടക്കുന്ന സമയം ഞാനും എൻ്റെ കുഞ്ഞും ആത്മഹത്യ ചെയ്യും. ഞാൻ പറഞ്ഞല്ല, ഞാൻ 100% ഉറപ്പിച്ച് വെച്ചിരുന്നു. ഞാൻ ഈ വിഷയത്തിന് വേണ്ടി, ഞാൻ ഇത്ര വർഷം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തതാണ് ഈ വിഷയത്തിന് വേണ്ടി, ഇതിനു വേണ്ടിയുള്ള വിഷം വരെ ഞാൻ വാങ്ങിച്ച് കരുതി വെച്ചിട്ടുണ്ട്. അതെൻ്റെ തീരുമാനമായിരുന്നു. എന്നാൽ അതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛൻ്റെതാകുന്ന ഈ ടോക്ക് കേൾക്കുന്നതും ഞാനിങ്ങനെ സത്യം ഞാൻ സാക്ഷി പറഞ്ഞോളാം എന്ന് ഞാൻ പറയുന്നത്. അങ്ങനെ ഫെബ്രുവരിയിൽ ആദ്യത്തെ ആഴ്ചയിലാണ് എൻ്റെ ഭർത്താവ് ഇപ്രകാരം ഒരു കാര്യം പറഞ്ഞത്. ഞാൻ ഫെബ്രുവരി 18-ാം തീയതി, ഈ വർഷം 2025 ഫെബ്രുവരി 18-ാം തീയതി ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് ഒരു 7:30 ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. അപ്പം തന്നെ ഞാൻ ഫ്രഷായിട്ട് വന്നു. ആ നിമിഷം തന്നെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു. കൃത്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സാധാരണഗതിയിൽ ഞാൻ ബൈബിളൊക്കെ വായിക്കാറുണ്ട്, എൻ്റെ ഫോണിൽ ബൈബിൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതൊക്കെ കൃത്യം വായിക്കാറുണ്ടായിരുന്നു. പക്ഷേ അരമണിക്കൂർ എന്ന് അച്ഛൻ പറഞ്ഞേക്കുന്ന ഈ കണ്ടീഷനല്ല. ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ, ഞാൻ മെഡിക്കൽ സ്റ്റോറിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ സമയത്ത് വരുന്ന സമയങ്ങളിലെല്ലാം ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും, ജപമാല ചൊല്ലും. ഞാൻ ബാക്കിലോട്ട് പോകുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചോദിക്കും, ലിൻസി ജപമാല ചൊല്ലാൻ പോവുകയാണെന്ന്. ഞാൻ ജപമാല ചൊല്ലുകയായിരിക്കും, ചിലപ്പം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയായിരിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് വന്നിട്ട് ഇദ്ദേഹം എൻ്റെ ഒരിക്കൽ പറഞ്ഞു, ഈ മാസം തന്നെ വിധി ഉണ്ടാവുമെന്ന് പറയുന്നു, വിധി ഉണ്ടാവും, ഇനി അവിടുന്ന് കോടതിയിൽ നിന്ന് അറിയിപ്പ് കിട്ടും, ഡേറ്റ് പറഞ്ഞിട്ട് അറിയിപ്പ് കിട്ടും, അന്നേരം ചെന്നാൽ മതിയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ തലേന്ന് അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞു ജഡ്ജ്മെൻ്റ് ആയിട്ടില്ല, പിന്നെ ഒരു ഡേറ്റ് പറയുമെന്ന്. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഡേറ്റ് കൂടി അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞു. അതിൻ്റെ തലേന്ന് പറഞ്ഞു ഡേറ്റ് ആയിട്ടില്ല, ജഡ്ജ്മെൻ്റ് ആയിട്ടില്ല, ഡേറ്റ് വീണ്ടും പറഞ്ഞു. അങ്ങനെ 2 വട്ടം മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ തലേ മാസം ഉടമ്പടി എടുത്തു. പിറ്റേ മാസം എനിക്ക് ഉടമ്പടിക്ക് ഇവിടെ ഒന്ന് പത്രം വാങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോഴും ഞാൻ എൻ്റെ കൂടെ വരുന്ന കുട്ടിക്ക്, ഞങ്ങൾ മാർച്ച് 18 ചൊവ്വാഴ്ചയാണ് വരേണ്ടത്. ആ കുട്ടിയുടെ അസൗകര്യം കാരണം ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾക്ക് മാർച്ച് 25-ാം തീയതി ചൊവ്വാഴ്ച ഇവിടെ വരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചതിൻ്റെ അന്ന് രാത്രി അഡ്വക്കേറ്റ് എൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മാർച്ച് 25-ാം തീയതി ജോസഫ് ജഡ്ജ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഞാനപ്പോൾ തീരുമാനിച്ചു, കർത്താവേ, ഞാൻ ഇന്ന് പോകണമെന്ന് തീരുമാനിച്ച ദിവസം തന്നെ ഈ ജഡ്ജ്മെൻറ്റും എങ്ങനെ വന്നു എന്ന് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു ജഡ്ജ്മെൻ്റ് അറിയട്ടെ, എന്നിട്ട് പോവാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാനൊരു തീരുമാനം മാറ്റി. എന്ത് ജഡ്ജ്മെൻ്റ് ആയാലും എൻ്റെ മാതാവ്, സമയച്ചുരുക്കത്തിൻ്റെ മാതാവ്, എൻ്റെ ഈശോയുടെ കയ്യിൽ നിന്ന് എനിക്കത് വാങ്ങിച്ചു തരും എന്നുള്ള വിശ്വാസം, പൂർണ്ണ വിശ്വാസത്തിൽ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിച്ചു. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ്റെ വിലയാണ്. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. രാവിലെ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ കുമ്പസരിക്കാൻ പോയിട്ട് ഇവിടെ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു സാക്ഷി നടക്കുകയാണ്, ജപമാല എല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ അവിടെ ഇരുന്നു ജപമാല ചൊല്ലി, മുട്ടുമ്മേൽ നിന്ന് ജപമാല ചൊല്ലി ജപമാല തീർത്തു. ഫോണെടുത്ത് നോക്കി, ഫോണിനകത്ത് മിസ് കോൾ കിടക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് വെയിലാണ്, ഞാൻ അവിടെ പോയി അവിടെ കയറി വരുന്ന ആ എൻട്രൻസിൽ ആ വെയിലത്ത് നിന്നുകൊണ്ട് ഞാൻ ഫോൺ അടുത്ത് പിടിച്ചില്ല, ദൂരെ പിടിച്ചു. എന്നിട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ആദ്യം എൻ്റെ ഭർത്താവ് പറഞ്ഞത് ജയിച്ചു എന്ന്. പക്ഷേ എനിക്ക് ജയിച്ചു എന്നൊരു വാക്കല്ല എനിക്ക് കേൾക്കേണ്ടിയിരുന്നത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് വെച്ചു, എന്തോ പറഞ്ഞു, ജയിച്ചെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കോടതി എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങളെ വിട്ടത്? അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞതാവുന്നൊരു കാര്യമുണ്ട്, ഞാൻ നിരപരാധി ആയതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. എൻ്റെ മാതാവിനോട് ഞാൻ വിഷയം വെച്ച് എങ്ങനെയാണ്, എനിക്ക് വേറെ ഒന്നും വേണ്ട, എൻ്റെ ഭർത്താവിനെ നിരപരാധി ആയതുകൊണ്ട് മാത്രമേ എൻ്റെ ഭർത്താവിനെ വെറുതെ വിടണമെന്ന് ഞാൻ എൻ്റെ മാതാവിനോട് ഈശോയോടും വിഷയം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാവ് 35-ാമത്തെ ദിവസം 2017 മുതൽ ഈ 2025 വരെ നടന്ന ഹിയറിങ്ങിൽ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി എൻ്റെ മാതാവ് കാത്തു നിന്ന് ആ ഉടമ്പടി എടുത്ത് 35-ാമത്തെ ദിവസം കോടതി എൻ്റെ ഭർത്താവിനെ വെറുതെ വിട്ടു. ഈ ഒരു ഉപകാരത്തിന് എൻ്റെ കുഞ്ഞിൻ്റെയും മാനത്തിനും ഞങ്ങളുടെ തന്ന ജീവനും എൻ്റെ മാതാവ് വില കൽപ്പിച്ച് ഈശോയിൽ നിന്ന് വാങ്ങിച്ചു തന്ന ഈ ഒരു അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. എന്നിട്ട് ഞാൻ ഉടമ്പടി വെച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞിന് കഴിഞ്ഞ 3-4 വർഷം കൊണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇന്നൊക്കെ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന് ശരീരം വേദന വന്നിട്ട് വിറച്ചുകൊണ്ട് പലപ്പോഴും അസ്വസ്ഥമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു പ്രിയ പൈതൽ കാണപ്പെട്ടുന്നത്. ഈ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എന്നും പ്രാർത്ഥിച്ചതിന് ശേഷം വൈകിട്ട് ഞാൻ ഈ കുഞ്ഞിൻ്റെ കിഡ്നി സ്റ്റോണിൻ്റെ ഭാഗത്ത് ഞാൻ തേച്ച് കൊടുക്കാൻ കുരിശടയാളം തേക്കുമല്ല കുരിശടയാളം വരയ്ക്കുമായിരുന്നു. അപ്പോൾ മകൾക്കിപ്പം വേദന ഒട്ടും തന്നെ ഇല്ല. എന്നിട്ട് ഞാൻ ഈ ഇവിടെ
തൈറോയിഡിൻ്റെ മുഴയും ഉണ്ട്. അത് കാരണം എനിക്ക് പീരീഡൊന്നും കറക്റ്റ് ആവുന്നില്ല. എന്ന് അതൊന്നും ഞാൻ വിഷയം വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഞാൻ ഇവിടെ വന്ന നിമിഷം തന്നെ വിഷയം വെക്കാത്തത് കൂടി എൻ്റെ മാതാവ് ഏറ്റെടുത്തുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് 2ാമത്തെ ആഴ്ചയിൽ തൊട്ട് റെഗുലർ പീരീഡ്സ് ആവാൻ തുടങ്ങി. അതുപോലെ എൻ്റെ കാലിലെ തൈറോയിഡിൻ്റെ ഭാഗമായിട്ട് കാലിന് നടക്കാൻ വയ്യാത്ത, ശരീരത്തിന് ഭാരം ഉണ്ടായതുകൊണ്ട് പലപ്പോഴും എൻ്റെ കാലിന് താങ്ങാൻ പറ്റാത്ത ഭാരം എനിക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് കാല് രണ്ടും നീരായിരുന്നു. ഇതൊക്കെയും എനിക്ക് മാറി. അതേപോലെ തന്നെ എനിക്ക് വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നുണ്ട്. ഗ്യാസ് ട്രബിളിൻ്റെ ഭയങ്കര പ്രശ്നമായിരുന്നു. അത് എപ്പോഴാണ് എങ്ങനെയാണ് മാറിയെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ മാതാവിനും ഈശോയ്ക്കും തന്ന സകല ഉപകാരങ്ങൾക്കും നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം ഞാൻ കൃത്യമായിട്ട് കൊണ്ടുചെന്ന ഉടനെ പത്രം ഞാൻ കൊടുത്തു തീർക്കണം. പ്രാർത്ഥിച്ച് തന്നെ പത്രം ഞാൻ കൊടുത്തു തീർക്കും. പിന്നെ ഡെയിലി ബ്രെഡ് ദിവസം ഞാൻ സ്റ്റാറ്റസ് ഇടും. അതിനുശേഷം എല്ലാ ധ്യാനവും കൂടാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അതെല്ലാം ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ആണെങ്കിൽ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ക്യാൻസർ ബാധിച്ച് ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ ക്യാൻസർ ബാധിച്ച ഒരു കുട്ടിക്ക് തിരുവനന്തപുരത്ത് പോയി മാസം തോറും പോയി വരാനുള്ള യാത്രാക്കൂലി ഞാൻ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ തലയിൽ ട്യൂമറായ ഒരു പയ്യന് ഓപ്പറേഷൻ ചെയ്യാൻ എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാറുണ്ട്. ഡ്രസ്സ് എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. അതിനേക്കാൾ ഉപരി എൻ്റെ വിശ്വാസ ജീവിതവും അതേപോലെ തന്നെ എൻ്റെ പ്രാർത്ഥന ജീവിതവും ഒത്തിരി മെച്ചപ്പെട്ടു. ഞാൻ ഒരു നല്ല രീതിയിൽ ബൈബിൾ വായിക്കാനും ദിവസം 3-4 വട്ടം ജപമാല എത്തിക്കാനും എനിക്ക് ഈ നാളുകളിൽ കഴിയുന്നുണ്ട്. മാതാവും ഈശോയും നൽകിയ സകല ഉപകാരങ്ങൾക്കും ഈശോയ്ക്കും മാതാവിനും ഒരു കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും കൂടുതലായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.